എറണാകുളം മലയിടം തുരുത്ത് പര്യത്തുകാവ് കുടിയൊഴിപ്പിക്കൽ പ്രശ്നത്തിൽ അഭിഭാഷക കമ്മീഷൻ ഇന്ന് സ്ഥലത്തെത്തും. വിഷയത്തിൽ തിങ്കളാഴ്ച സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും കളക്ടറേറ്റിൽ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ ഉറപ്പു നൽകി. അഭിഭാഷക കമ്മീഷനും ആമീനും സ്ഥലത്തെത്തും. ഇന്ന് കുടിയിറക്കൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ബലപ്രയോഗം ഉണ്ടാകില്ലെന്നും മന്ത്രി താമസക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ റോജി എം ജോണിനെ ചുമതലപ്പെടുത്തിയത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം അവരുടെ വക്കീലൂടെയുണ്ട്. അപ്പോൾ കേസിൻ്റെ നടത്തിപ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ കേസിൽ ഞങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എ ജിക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി സർക്കാരിന് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ള, ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിന് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തും. ഈ കേസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ സർക്കാരിൻ്റെ വാദമുഖങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതുവരെ അങ്ങനൊരു ശ്രമം ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവരുടെ കേസിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും ഇവർക്ക് ന്യായമായ ഒരു വിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്നതിനോട് സർക്കാർ യോജിക്കുന്നില്ല. എറണാകുളം മലയിടം തുരുത്ത് പര്യത്തുകാവൽ കുടിയൊഴിപ്പിക്കലിന് മുൻസിഫ് കോടതി ഇന്നാണ് കുടിയൊഴിപ്പിക്കാനൊക്കെ ഉത്തരവിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ അഭിഭാഷക കമ്മീഷൻ ഇന്ന് സ്ഥലത്തെത്തും. അതേസമയം ഈ ഒരു വിഷയത്തിൽ തിങ്കളാഴ്ച സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനൊക്കെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമൊന്നും ഉണ്ടായില്ല എങ്കിൽ കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നാണ് കളക്ടറേറ്റിൽ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രദേശവാസികളുമായി മന്ത്രി നടത്തിയ ഒരു ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. അഭിഭാഷക കമ്മീഷനും ഒക്കെ ഇന്ന് സ്ഥലത്തെത്തുകയാണ്. ഇന്ന് കുടിയിറക്കൽ നടപടി പൂർത്തിയാക്കണം എന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ബലപ്രയോഗമൊന്നും ഉണ്ടാകില്ല എന്നും മന്ത്രി താമസക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ റോജി എം ജോണിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രകോപനങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പുകൂടി ഇത്തരത്തിൽ മന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 7 പട്ടികജാതി കുടുംബങ്ങളാണ് ഈ ഒരു കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ ഉള്ളത്. സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഭൂമി തർക്ക കേസിൽ 4 വർഷം മുൻപായിരുന്നു സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായത്. കോടതി ഉത്തരപ്രകാരം 2 ഏക്കർ 65 സെന്റ് ഭൂമി അളന്നേറ്റെടുക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയതോടെ ഈ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാവുകയായിരുന്നു. എന്തായാലും തങ്ങൾക്ക് സർക്കാർ ബദൽ സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കി നൽകിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു പ്രദേശവാസികൾ. എന്തായാലും ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ ബലപ്രയോഗവും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പാണ് മന്ത്രി താമസക്കാർക്ക് നൽകിയിട്ടുള്ളത്. പ്രശ്നപരിഹാരത്തിനായിട്ട് വി ഡി സതീശനാണ് റോജി എം ജോണിനെ കഴിഞ്ഞ ദിവസം നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിലൊരു തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.